Dear friends, welcome to our YouTube channel Finvest. Today we are discussing about rules of debit and credit and some important examples. Let us start. Of debit and credit. Every transaction has two aspects, that is, a receiving aspect and a giving aspect. A receiving aspect is known as debit aspect and giving aspect is known as credit aspect. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇതിൻ്റെ റൂൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. റൂളിന് രണ്ട് അപ്രോച്ച് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് അമേരിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച്. ഈ മോഡേൺ അപ്രോച്ച് പ്രകാരം അക്കൗണ്ടിനെ നമുക്ക് 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇനി ഇതിൻ്റെ റൂൾസ് നോക്കുക. അസറ്റ് ആണെങ്കിൽ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, അസറ്റ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റലിനും ലയബിലിറ്റിക്കും ഇൻകത്തിനും സെയിം റൂൾ തന്നെയാണ്. അത് കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യും, കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. എക്സ്പെൻസിനും അസറ്റിനും സെയിം റൂളാണ്. കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ അപ്രോച്ച്, അമേരിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച്. രണ്ടാമത്തത് ബ്രിട്ടീഷ് അപ്രോച്ച് ഓർ ട്രഡീഷണൽ അപ്രോച്ച്. ഇത് പ്രകാരം നമുക്ക് അക്കൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം ഡെബിറ്റ് ചെയ്യുന്നത് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് ചെയ്യുന്നത് വാട്ട് ഗോസ് ഔട്ട്. നോമിനലിൻ്റെ റൂൾ പ്രകാരം എല്ലാ എക്സ്പെൻസസിനെയും ലോസസിനെയും ഡെബിറ്റ് ചെയ്യും, ഇൻകത്തിനെയും ഗെയിനെയും ക്രെഡിറ്റ് ചെയ്യും. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പോൾ ഈ രണ്ട് അപ്രോച്ചിൽ ഏതെങ്കിലും ഒരു അപ്രോച്ച് ഉപയോഗിച്ച്, ഒന്നുകിൽ അമേരിക്കൻ അപ്രോച്ച് അല്ലെങ്കിൽ ബ്രിട്ടീഷ് അപ്രോച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസിലേക്കാണ് പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മോഡേൺ അപ്രോച്ച് പ്രകാരമാണെങ്കിൽ നമുക്കറിയാം, ബിസിനസ്സിലേക്ക് പൈസ വന്നു. ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ എപ്പോഴും ബിസിനസ്സിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ബിസിനസ്സിലേക്ക് പൈസ വന്നു. ഓക്കെ, അതായത് പൈസ കൂടി, ക്യാഷ് കൂടി. അപ്പോൾ ഓർക്കുക, ക്യാഷ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടാണ്? അസറ്റ് അക്കൗണ്ടാണ് അല്ലേ? അസറ്റ് അക്കൗണ്ടിൻ്റെ റൂള് പ്രകാരം അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഇനി ഒരു ബിസിനസ്മാൻ തൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയ്ക്കാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. അദ്ദേഹം ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിൻ്റെ റൂള് നമുക്കറിയാം. ബിസിനസ്സിൽ ക്യാപിറ്റൽ കൂടുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ മോഡേൺ അപ്രോച്ച് പ്രകാരം കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റലിൽ ഡെബിറ്റ് ചെയ്യുന്നത് ഏതിനെയാണ്? ക്യാഷിനെ. ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിനെ. ഇനി നമ്മളത് ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നോക്കിക്കോളൂ. എങ്ങനെ വരും? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ വരുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം ബിസിനസ്സിലേക്ക് പൈസ വരുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. കാരണം ഒരു വ്യക്തിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരാണോ പൈസ തരുന്നത്, ദ ഗിവർ, അദ്ദേഹത്തെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ ഏത് റൂൾ എടുത്ത് നോക്കിയാലും, മോഡേൺ അപ്രോച്ച് എടുത്താലും ട്രഡീഷണൽ അപ്രോച്ച് എടുത്താലും, ഏതെടുത്താലും നമുക്ക് കിട്ടുന്ന ഇഫക്റ്റ് ഒന്ന് തന്നെയായിരിക്കും. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് നിങ്ങൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്താൽ മതി. ഞാൻ പറയുമ്പോൾ രണ്ടും പറഞ്ഞു തരുന്നുണ്ട്. ഏതാണോ എളുപ്പം അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. അടുത്ത എക്സാമ്പിളിലേക്ക് പോവാം. അടുത്ത എക്സാമ്പിൾ മോഡേൺ അപ്രോച്ച് പ്രകാരം നമ്മൾ നോക്കുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് മേടിച്ചു. എങ്ങനെ? പൈസ കൊടുത്ത്. അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ബിസിനസ്സിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ കമ്പനിയിലേക്ക് ബിസിനസ് എന്ത് വന്നു? ഗുഡ്സ് വന്നു. കമ്പനിയിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി അല്ലേ? അപ്പോൾ സ്റ്റോക്ക് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ സ്റ്റോക്കിനെ നമ്മൾ പർച്ചേസ് ആയിട്ട് വേണം കാണിക്കാൻ. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ, അതായത് ഒരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ ആ അക്കൗണ്ടിന് നമ്മൾ പറയുന്ന പേര് പർച്ചേസ് അക്കൗണ്ട് എന്നാണ്. സ്റ്റോക്ക് മേടിക്കുമ്പോൾ വരുന്ന അക്കൗണ്ട്
പർച്ചേസ് അക്കൗണ്ടാണ്, അല്ലെങ്കിൽ ഗുഡ്സ് മേടിക്കുമ്പോൾ വരുന്ന അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ടാണ്. ഇവിടെ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ടിനെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ കമ്പനിയിലേക്ക് അസറ്റ് വന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി കമ്പനിയിൽ നിന്ന് ക്യാഷ് പോയി, ഗുഡ്സ് വന്നപ്പം കമ്പനിയിൽ നിന്ന് കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അപ്പോൾ ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് മോഡേൺ അപ്രോച്ച് പ്രകാരം. ഇനി ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നമുക്ക് ഇനി എങ്ങനെ വിലയിരുത്താം? പർച്ചേസ് എന്ന് പറയുന്നതിനെ നമ്മളെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ്പെൻസ് ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് പ്രകാരം എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി കമ്പനിയിൽ നിന്ന് പൈസ പോയി. അപ്പോൾ പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം പൈസ കയ്യിൽ നിന്ന് പോകുമ്പോൾ, ക്യാഷ് കയ്യിൽ നിന്ന് പോകുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്ത് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. അടുത്ത് പെയ്ഡ് വേജസ്. ഓക്കെ, മറക്കരുത്, കമ്പനിയുടെ വ്യൂ പോയിന്റിൽ നിന്ന് വേണം ചിന്തിക്കാൻ. കമ്പനിക്ക് ഒരു എക്സ്പെൻസ് ഉണ്ടായി, ആ എക്സ്പെൻസ് കമ്പനി കൊടുത്തു. അപ്പോൾ വേജസ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. അപ്പോൾ മോഡേൺ അപ്രോച്ചിൻ്റെ റൂള് പ്രകാരം എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കൂടുമ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യും. ഇനി വേജസ് കൊടുത്തത് എങ്ങനെയാണ്? ക്യാഷ് ആയിട്ടാണ് കൊടുത്തത്, അല്ലേ? അപ്പോൾ കമ്പനിയുടെ കയ്യിൽ നിന്നും ക്യാഷ് പോയി, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നോക്കുമ്പോൾ വേജസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? നോമിനൽ അക്കൗണ്ടാണ്. അതുകൊണ്ട് എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് വേജസിനെ ഡെബിറ്റ് ചെയ്തു. അടുത്ത് കമ്പനിയുടെ കയ്യിൽ നിന്നും ക്യാഷ് പോയി. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ടിൻ്റെ റൂള് പ്രകാരം അസറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓർക്കുക, ഇവിടെ നമ്മൾ ഗുഡ്സ് ആണ് വിൽക്കുന്നത്. അപ്പോൾ കമ്പനിയിലേക്ക് എന്ത് വന്നു? പൈസ വന്നു. കമ്പനിയിൽ നിന്നും ഗുഡ്സ് പോയി. ഗുഡ്സ് പോവുക എന്ന് പറഞ്ഞാൽ മോഡേൺ അപ്രോച്ച് പ്രകാരം എന്ത് പോയെന്നാണ്? സ്റ്റോക്ക് പോയെന്നാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ പർച്ചേസ് ആണ്, സ്റ്റോക്ക് വിൽക്കുമ്പോൾ നമ്മൾ സെയിൽസിനെയാണ് കാണിക്കുക. സ്റ്റോക്ക് മേടിക്കുമ്പോൾ പർച്ചേസ്, സ്റ്റോക്ക് വിൽക്കുമ്പോൾ സെയിൽസ്. അപ്പോൾ ഇവിടെ കമ്പനിയിലേക്ക് പൈസ വരികയാണ് ചെയ്തത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് കൂടി, അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഇനി സ്റ്റോക്ക് കുറഞ്ഞു. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യണു. അസറ്റ് കുറഞ്ഞത് കൊണ്ട് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നമ്മുടെ അസറ്റിൻ്റെ പേരെന്താണ്? സ്റ്റോക്കാണ്. അപ്പോൾ സ്റ്റോക്ക് ആയതുകൊണ്ട് നമ്മൾ അതിന് എന്ത് പേര് കൊടുത്തു? സെയിൽസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തിട്ട് സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരമാണെങ്കിൽ കമ്പനിയിലേക്ക് ക്യാഷ് വന്നു. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. അസറ്റ് കമ്പനിയിലേക്ക് വന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി കമ്പനിയിൽ നിന്നും സെയിൽസ് പൈസ വന്നത് ഏത് രൂപത്തിലാണ്? സെയിൽസിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഇൻകമാണ്. അതുകൊണ്ട് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂളാണ്, അല്ലേ? ഇൻകത്തിൻ്റെ റൂൾ, ഇൻകം ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് ഏതാണ്? നോമിനൽ അക്കൗണ്ടാണ്. അപ്പം നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ പ്രകാരം ഇൻകത്തിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. മറക്കരുത്, ഗുഡ്സ് മേടിക്കുമ്പോൾ പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യും, ഗുഡ്സ് വിൽക്കുമ്പോൾ സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്യും. ഇനി അടുത്തത് റിസീവ്ഡ് കമ്മീഷൻ. ഓർക്കുക, കമ്പനിയിലേക്ക് പൈസ വന്നു. കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഇൻകവുമാണ്. അപ്പോൾ കമ്പനിയിലേക്ക് പൈസ വന്നതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഏത് പേരിലാണ് വന്നത്? ഇൻകം എന്ന പേരിലാണ്, അല്ലേ? അപ്പം കമ്മീഷൻ എന്ന ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അടുത്തത് ട്രഡീഷണൽ അപ്രോച്ചിൻ്റെ റൂള് പ്രകാരം നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷാണ്. ക്യാഷ് ഒരു റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അടുത്തത് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് ആവാൻ കാരണം അത് ഇൻകം ആയതുകൊണ്ടാണ്. ഇൻകം കൂടിയത് കൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് മോഡേൺ അപ്രോച്ച് പ്രകാരം പർച്ചേസ്ഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ഫ്രം റാം. റാമിൻ്റെ അടുത്ത് നിന്ന് കടമായിട്ട് നമ്മൾ സാധനം മേടിച്ചു. എന്താ മേടിച്ചേ? ഫർണിച്ചറാണ് മേടിച്ചേ. അപ്പോൾ ഓർക്കുക, റാമിന് പൈസ കൊടുത്തിട്ടില്ല, കമ്പനിയിൽ നിന്ന് പൈസ പോയിട്ടില്ല. അപ്പോൾ ഓർക്കുക, ഫർണിച്ചർ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. അതുകൊണ്ട് കമ്പനി ഈ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. അസറ്റ് കൂടി, അല്ലേ? ഇനി റാമിന് നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. റാം എന്ന് പറയുന്ന വ്യക്തിക്ക് പൈസ കൊടുക്കാനുള്ളത് കൊണ്ട് അതൊരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇവിടെ കൂടിയത് കൊണ്ട് റാമിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു.
ഓക്കെ. ഇനി ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്താൽ എങ്ങനെ വരും? ഫർണിച്ചർ ഒരു അസറ്റ് അക്കൗണ്ടാണ്, അതായത് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് പ്രകാരം ബിസിനസ്സിലേക്ക് പൈസ വന്നതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു, ഫർണിച്ചർ വന്നതുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തു. ഇനി റാം എന്ന് പറയുന്ന ഒരു വ്യക്തി പേഴ്സണൽ അക്കൗണ്ടാണ്. അദ്ദേഹം നമുക്ക് ഫർണിച്ചർ തന്നതുകൊണ്ട് റാമിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് മോഡേൺ അപ്രോച്ച് പ്രകാരമാണെങ്കിലും ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരമാണെങ്കിലും ഒരു ട്രാൻസാക്ഷനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? സോ താങ്ക് യു.